പരിസ്ഥിതി ദിനത്തിൽ ഹോട്ടലുകളിൽ പാഴ്സൽ വാങ്ങാൻ വരുന്നവർക്ക് ഇളവ് നൽകി ഹോട്ടൽ ഉടമകൾ മാതൃകയായി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ലോക പരിസ്ഥിതി ദിനത്തിൽ ഹോട്ടലുകളിൽ പാഴ്സൽ വാങ്ങുവാൻ വരുന്നവർക്ക് ഇളവ് നൽകി ഹോട്ടൽ ഉടമകൾ മാതൃകയായി. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം തടയുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഇനി മുതൽ പാത്രവുമായി പാഴ്സൽ വാങ്ങാൻ വരുന്നവർക്ക് 5% ഇളവ് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വ്യത്യസ്തമായ പദ്ധതി നടപ്പാക്കിയത്. പരിസ്ഥിതി ദിനാചരണവും പദ്ധതിയുടെ ഉദ്ഘാടനവും യൂണിറ്റ് പ്രസിഡന്റ് SK നസീർ നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സത്താർ, രമേശ് ആര്യാസ്, വിജയകുമാർ ശ്രീകൃഷ്ണ, പ്രവീൺ കുമാർ മഞ്ജിമ, ബിജു താസ, താഹ കുട്ടി, ഹരിദാസ്, ശ്രീഹരി, ബിന്ദു രാഗസുധ, രമ്യ പ്രഭു, മക്തൂം മൽബാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് പാർസലിന് വരുന്നവർ അവർ സ്വന്തം പാത്രങ്ങളുമായി പാർസൽ വാങ്ങാൻ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തുന്നതാണ്. എന്ന് വെച്ചാൽ പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പുറത്തേക്ക് പോകുന്നത് തടയുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നത്. ഇതിന് പൂർണ്ണമായും പൊതുജന പങ്കാളിത്തം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് പരിസ്ഥിതിയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്നത് പ്ലാസ്റ്റിക്കാണ്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം പരമാവധി നാം ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ തടയാൻ കഴിയുള്ളൂ. ഇന്ന് ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഞങ്ങളുടെ ഹോട്ടലുകളുടെ ജൈവ മാലിന്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അത്തരത്തിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നവരെ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ പരമാവധി ജനങ്ങളിലേക്ക് ഈ ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ, അതുപോലെ തന്നെ അസോസിയേഷൻ്റെ നേതൃത്വം നടക്കുന്ന എല്ലാ പരിപാടികൾക്കും നഗരസഭകളുടെ പിന്തുണ അനിവാര്യമാണ്. ഈ പട്ടണത്തിൽ ഒരു ദിവസം 75,000 മുതൽ 1,00,000 ആളുകൾ വന്നു പോകുന്ന ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിലെ ഈ വരുന്ന ഗസ്റ്റ് ഹൗസുകളായാണ് ഇവിടുത്തെ ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നത്. ഈ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഞങ്ങളുടേതല്ല, ഇവിടെ വരുന്ന ഗസ്റ്റുകളുടേതാണ്. അപ്പോൾ ആ ഗസ്റ്റുകളുടെ മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ട ഉത്തരവാദിത്തം അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാന്നിരിക്കെ ഞങ്ങൾ ഇന്ന് നേരിട്ടെടുത്ത് ചെയ്യുന്ന ഈ പരിപാടിക്ക് പരമാവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സജ്ജീകരണങ്ങൾ ഇന്ന് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഗംഭീരമായി നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ വ്യാപാര സ്ഥാപനങ്ങൾ കൃത്യമായ ഒരു കളക്ഷൻ നടക്കാതിരിക്കുകയും എന്നാൽ ഞങ്ങൾ യൂസേജ് ഫീ കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണ്ട പിന്തുണകൾ തന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ ഇത് പരമാവധി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സംഘടനയ്ക്ക് സാധിക്കും.